എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മിണ്ടാതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പലതും വായിക്കുകയും കേൾക്കുകയും ചെയ്യായിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ വളരെയധികം റിസർച്ച് ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ വളരെ അധികം ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുടലിലെ ബാക്ടീരിയയും നമ്മളുമായിട്ടുള്ള ബന്ധം, നമ്മളുടെ ആരോഗ്യവുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ വന്ന് അവർ പറയുന്നത് ഡിമെൻഷ്യ തൊട്ട് എല്ലാ അസുഖങ്ങൾക്കും കുടലിലെ ബാക്ടീരിയയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ ഡേ ടു ഡേ നമ്മുടെ മൂഡ്, നമ്മളുടെ വെൽബീയിങ്, നമ്മുടെ സെൻസ് ഓഫ് വെൽബീയിങ്, ഇതെല്ലാം നമ്മുടെ ബാക്ടീരിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള റിസർച്ചിന്റെ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. വേറെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അവർ പറയുന്നതിൽ നിന്ന് മനസ്സിലായത്, നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ മൂക്കിലും വായിലും ചെവിയിലും കണ്ണിലും അതുപോലെ തന്നെ നമ്മളുടെ അന്നനാളത്തിൽ കൂടെ നമ്മുടെ ആമാശയം, അത് കഴിഞ്ഞുള്ള ചെറിയ കുടൽ, വൻകുടൽ, എല്ലായിടത്തും പലതരം ബാക്ടീരിയകൾ ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ അസൈൻഡ് സ്ഥലങ്ങളുണ്ട്. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് പല്ലിന് ചില പ്രോബ്ലംസ് വന്ന് ഞാൻ പല്ല് ചികിത്സയിലായിരുന്നു. റൂട്ട് കനാൽ, 3 പല്ല് റൂട്ട് കനാൽ ചെയ്തു. അപ്പോൾ ആ പല്ലുകൾ നശിച്ചു പോയത്, എൻ്റെ ആദ്യം പോയ ഡെന്റിസ്റ്റ് പറഞ്ഞത് എൻ്റെ റോങ് ബ്രഷിങ് ആയതുകൊണ്ടാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി അത് പ്ലാക്ക് എന്ന് പറയുന്ന പല്ലിൻ്റെ ഈ ബോർഡറിൽ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ്സ് ഉണ്ടായി എൻ്റെ പല്ലിൻ്റെ ഇനാമൽ പോയത് കൊണ്ടാണെന്ന്, ആ റൂട്ടിൻ്റെ അവിടെയുള്ള ആ താഴെയുള്ള ഇനാമലൊക്കെ പോയത് കൊണ്ടാണെന്ന്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ അല്ല പിന്നീടുള്ള ഡെന്റിസ്റ്റ് കണ്ടത്. ഏതായാലും വായ്ക്കകത്തുള്ള ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഡെന്റൽ പ്ലാക്ക്, നമ്മൾ എത്ര പല്ല് തേച്ചാലും ഈ ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഓറൽ ബാക്ടീരിയ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഗട്ട് ബാക്ടീരിയ. ഗട്ടിലുള്ള ബാക്ടീരിയ അൺഹെൽത്തി ആണെങ്കിൽ വായിലുള്ള ബാക്ടീരിയയും അൺഹെൽത്തി ആയിരിക്കും. മൂക്കിലും ചെവിയിലും ഒക്കെ അത് തന്നെ. അപ്പോൾ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണല്ലോ നമുക്കറിയാമല്ലോ. വാ തൊട്ട് ആണ് നമ്മളുടെ ദഹന ഇന്ദ്രിയങ്ങൾ തുടങ്ങുന്നത്. മൂക്കിൽ നിന്ന് വായിലേക്ക് കണക്ഷനുണ്ട്, ചെവിയിൽ നിന്ന് മൂക്കിലേക്ക് കണക്ഷനുണ്ട്, കണ്ണിൽ നിന്ന് മൂക്കിലേക്ക് കണക്ഷനുണ്ട്. എല്ലാം തമ്മിൽ കണക്റ്റഡുമാണ്. അപ്പൊ ഈ കുടലിലെ ബാക്ടീരിയയെ കുറിച്ച് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളുടെ വൻകുടലിലുള്ള ബാക്ടീരിയ ഉണ്ട്, ചെറിയ കുടലിലുള്ള ബാക്ടീരിയ ഉണ്ട്. നമ്മളുടെ ശരീരത്തിലുള്ള സെല്ലുകളെക്കാൾ അധികം നമുക്ക് ബാക്ടീരിയകൾ നമ്മളുടെ ദേഹത്ത് താമസിക്കുന്നു. അതിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതുണ്ട്, നമുക്ക് ഗുണം ചെയ്യുന്നതുണ്ട്. ഹാംഫുൾ അല്ല, ഗുണവുമല്ല. ഈ കാട്ടിനകത്ത് നമ്മൾക്ക് ഒരു ശല്യവും ചെയ്യാതെ ജീവിക്കുന്ന മയിലും കുയിലും പോലെയുള്ള കുറെ അല്ലാത്തതും ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയ എല്ലാം കൂടെ ഒരു കൊതുക് ഇവിടെ പാറി നടക്കുന്നത്, അതാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ ഈ ബാക്ടീരിയ നമ്മളുടെ അനുപാതം കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു കുഴപ്പവും വരികയില്ല. എന്നാൽ ഹാംഫുൾ ബാക്ടീരിയ കൂടുകയും നല്ല ബാക്ടീരിയ കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ, ഗട്ടിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അത് നമുക്ക് പല അസുഖങ്ങൾക്ക് കാരണമാകും. നമ്മുടെ ബ്രെയിൻ വരെ അത് അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ചില മരുന്നുകൾ, ചില കെമിക്കൽസ് ഒക്കെ നമ്മളുടെ ഉടലിലുള്ള നല്ല ബാക്ടീരിയ നശിച്ചു പോകാൻ ഇടയാക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ എന്നും കഴിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും അധികം ഹാം ചെയ്യുന്നത്. ആന്റിബയോട്ടിക് എസെൻഷ്യൽ ആയിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ അവർ അതിൻ്റെ കൂടെ പ്രോബയോട്ടിക്സ് ഒക്കെ തരും. അത് തിരിച്ച് ഗ്രാജുവൽ ആയിട്ട് നമ്മളുടെ കുടലിൽ ശരിയായി വരും. പക്ഷേ നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണം മോശമാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കുടലിനെ ശരിയാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ എന്താണ് എന്നും കഴിക്കേണ്ടത് എന്നുള്ളതിൽ ഒരാൾ പറയുന്നത് ഗ്രെയിൻസ് കഴിക്കരുതെന്ന്. നമുക്ക് ഗ്രെയിൻസ് കഴിക്കാതെ ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ സായിപ്പൊന്നുമല്ല, നമുക്ക് സ്റ്റേക്കും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല. നമുക്ക് ഗ്രെയിൻസ് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കഴിക്കണം. അപ്പോൾ ഈ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നാരുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇപ്പോൾ മാക്രോ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതായത് അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്ന് പറഞ്ഞിരുന്നത് ഇപ്പം 4ാമത് ഫൈബർ, അതായത് നാരുകൾ എന്നുള്ള ഒരു വകുപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ വാഴപ്പിണ്ടി കഴിച്ചാൽ ഒരുപാട് നാര് കിട്ടും. ശരിയാണ്, അതിലുള്ള നാരുകൾ കൂടുതലും ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ്, ഇൻസോളബിൾ ആയിട്ടുള്ള ഫൈബർ. അപ്പം അതുപോലെ തന്നെ സീരിയലിലൊക്കെ അഡീഷണൽ ഫൈബർ ഉണ്ടോ? ഫൈബർ നിറഞ്ഞ സീരിയലാണ് ബ്രാൻ ഉള്ള സീരിയലാണെന്ന് പറയും. ഈ ബ്രാൻ എന്ന് പറയുന്നതും
ദഹിക്കുന്ന, അതായത് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നതോ വെള്ളത്തിൽ അലിയുന്നതോ ആയ നാരുകളല്ല. അപ്പൊ വെള്ളത്തിൽ അലിയുന്ന നാരുകളാണ് നമ്മളുടെ ബാക്ടീരിയയുടെ ഭക്ഷണം. അല്ലാത്ത നാരുകൾ നമ്മളുടെ വയറിൽ നല്ലതാണ്, നമുക്കത് വേണം. എന്ത് പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ചെന്ന് അത് ബൾക്കായിട്ട്, അത് വിസ്കസ് ആയിട്ട് നമ്മുടെ കുടലിൽ നിന്ന് ഭക്ഷണം വലിച്ചെടുക്കുന്നതിനെ കുറയ്ക്കുകയും പിന്നീട് താഴോട്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റൂള് ഇങ്ങനെ ഉണങ്ങി കോൺസ്റ്റിപ്പേറ്റഡ് ആകാതെ ഈ വെള്ളം അതിനകത്ത് അബ്സോർബ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മലശോധന എളുപ്പമാവുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ ബാക്ടീരിയയ്ക്ക് വേണ്ടിയത് സോളബിൾ ഫൈബേഴ്സ് ആണ്. സോളബിൾ ഫൈബറിന്റെ ഒരു എക്സാമ്പിളാണ് പെക്റ്റിൻ. അതെവിടെ നമ്മൾ കാണും, എപ്പോഴും നമ്മൾ കാണുന്നത് കോവയ്ക്ക, വെണ്ടയ്ക്ക ഇവയൊക്കെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടാൽ വെള്ളത്തിലൊരു ഒരു വഴുവഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകും. അത് ഒരു സോളബിൾ ഫൈബറാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ ആളുകൾ, ഡയബറ്റിസ് ഉള്ളവർ വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് കുടിക്കുന്നതൊക്കെ. അതുപോലെ തന്നെയാണ് ഉലുവയും ഒരു വഴുവഴുപ്പുള്ള സാധനമാണ്. ബാർലി വെള്ളം. അപ്പൊ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മളുടെ ഗട്ടിലുള്ള നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ ബാക്ടീരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെയുള്ള ബാക്ടീരിയയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ഈ സോളബിൾ ഫൈബേഴ്സ് കഴിക്കുന്നത് കൊണ്ട്. അപ്പൊ സോളബിൾ ഫൈബേഴ്സ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? നമുക്ക് കിട്ടുന്നത് പച്ചക്കറികളും പഴങ്ങളും അതിലെല്ലാമാണ്. മറ്റൊരു നല്ല സോഴ്സാണ് പയറുകളും പരിപ്പുകളും. വാഴപ്പഴത്തിൽ സോളബിൾ ഫൈബേഴ്സ് ഉണ്ടെങ്കിലും വാഴപ്പഴം പഴുത്ത് കഴിഞ്ഞാൽ അതിൽ ഷുഗർ ഒരുപാടുള്ളത് കൊണ്ട് ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് പറ്റിയ ഭക്ഷണമേ അല്ല. അപ്പോൾ ഈ സോളബിൾ ഫൈബർ നമ്മൾ കഴിക്കണം. അത് നമ്മൾ ഉള്ള സോഴ്സസിൽ നിന്ന് ഉള്ള ഭക്ഷണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ സോളബിൾ ഫൈബർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കി കഴിക്കത്തില്ലേ, അതിൽ 2 കാര്യം കിട്ടുന്നു. നമുക്ക് റെസിസ്റ്റൻസ് സ്റ്റാർച്ചും ബാക്ടീരിയയും കിട്ടുന്നു. ആ കഞ്ഞി പുളിച്ച് വരുമ്പോൾ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള പല ബാക്ടീരിയ അതിൽ വരുന്നു. പുളിച്ച് വരുമ്പോൾ ഹാംഫുൾ ബാക്ടീരിയ ഒക്കെ അതിൽ വരികയില്ല. എന്ന് നമ്മൾ ക്ലീൻ ആയിട്ട് വെച്ചാൽ കഞ്ഞി നല്ല കഞ്ഞിയായിട്ട് നമ്മളതിനെ കുക്ക് ചെയ്ത് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് ചെറിയതായിട്ട് ഫെർമെന്റ് ചെയ്യും. വലിയ പുളിച്ച രുചിയൊന്നും വരികയില്ല. അതിൽ നമ്മൾ തൈര് എന്ന് പറയുന്ന വേറൊരു പ്രോബയോട്ടിക് ഫുഡ് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ തൈരിലുള്ള ബാക്ടീരിയയും ഈ കഞ്ഞിയിലുള്ള ബാക്ടീരിയയും നമുക്ക് കിട്ടും. കഞ്ഞിയിലുള്ള പുളിച്ചതിനെ കൊണ്ടുള്ള ബാക്ടീരിയ. അതിൻ്റെ കൂടെ അതിനുള്ള ഫുഡായിട്ട് നമ്മൾ പുഴുക്കലരിയാണ് പഴങ്കഞ്ഞിക്ക് ഉണ്ടാക്കുന്നത്. ആ പുഴുക്കലരിയിൽ എന്താ, കുക്ക്ഡ് ആൻഡ് കൂൾഡ് ആണ്. പച്ചരി പോലും കുക്ക് ചെയ്ത് കൂൾ ചെയ്താൽ അതിലെന്ത് പറ്റും? അതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ടാകും. കുറെ അതിലെ സ്റ്റാർച്ച്, അരിയിലെ അന്നജത്തിന് സ്റ്റാർച്ച് എന്ന ഫോമാണ് ഉള്ളത്. കുറെ സ്റ്റാർച്ചൊക്കെ റിട്രോഗ്രേഡ് ചെയ്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ചായി ദഹിക്കാൻ പ്രയാസമുള്ള സ്റ്റാർച്ചായി മാറുകയും അത് നമ്മൾക്ക് സോളബിൾ ഫൈബർ പോലെ നമ്മുടെ വയറ്റിൽ നമുക്ക് ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് ഒന്ന്. പുളിപ്പിച്ച ഭക്ഷണങ്ങൾ നമുക്ക് ഈ പഴങ്കഞ്ഞി, തൈര്, പിന്നെ അതുപോലെ പല ക്യാബേജ് ഒക്കെ വെച്ചുള്ള പല ഭക്ഷണങ്ങൾ പുറത്തുള്ളവർക്കുണ്ട്. അതുപോലെ നമ്മൾ പച്ചക്കറിയെല്ലാം മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കുന്നത് ഒരുപാട് ഉപ്പല്ലെങ്കിൽ അതും പുളിപ്പിച്ച ഭക്ഷണമായിട്ട് മാറും. കണ്ടമാനം ഉപ്പാണ്, ബാക്ടീരിയ അതിൽ സർവൈവ് ചെയ്യത്തില്ല. അതിൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല. അല്ലാതെ പണ്ട് ഒരു കണക്കിനുള്ള ഉപ്പൊക്കെ ഇടുമായിരുന്നു. അങ്ങനെ വെക്കുന്നതും ഒരു പുളിപ്പിച്ച ഭക്ഷണമാണ്. അതുപോലെ നമുക്ക് പല പുളിപ്പിച്ച ഭക്ഷണങ്ങളുണ്ട്. പുളിപ്പിച്ച ഭക്ഷണങ്ങളും അതുപോലെ തന്നെ സോളബിൾ ഫൈബേഴ്സ് നമ്മൾ കഴിക്കും. ഞാനിപ്പോൾ പ്രോബയോട്ടിക് സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. ഒരു ആന്റിബയോട്ടിക് കഴിച്ചതിന് ശേഷം പ്രോബയോട്ടിക് സപ്ലിമെന്റും എടുക്കുന്നുണ്ട്. അത് എൻ്റെ ബ്ലഡ് ഷുഗറിനെ കൺട്രോളിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്പൈക്സ് ലോവർ റേഞ്ചാണ്. കൂടുന്നത് ഇതിൻ്റെ തോത് കുറവാണ്. അതുപോലെ തന്നെ സ്പീഡിൽ കുറയുകയും ചെയ്യും. പക്ഷെ കുറയുന്നതിന് ഒരു ലിമിറ്റ് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ സ്റ്റാർച്ചി ഫുഡ്സ് കഴിച്ച് നോക്കുന്നത് കൊണ്ടാണെന്ന്. എന്തായാലും സ്റ്റാർച്ച് എല്ലാം അവോയ്ഡ് ചെയ്ത് നോക്കണം. അതിനി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കുറച്ച് നാളെടുക്കും. കാരണം ഒരു കണ്ണ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞോ എപ്പോഴാണ് ആ ഡോക്ടർ പറയുന്ന അനുസരിച്ച് അടുത്ത കണ്ണ് ചെയ്യണം. ഓരോന്നും കഴിഞ്ഞ് റെസ്റ്റ് ഉണ്ട്, തലകുനിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ടീഷൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി പറഞ്ഞ് ഡോക്ടറുടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഓപ്പറേഷന്റെ സമയത്ത് കേട്ടാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ കാര്യങ്ങളിൽ ഏതൊക്കെ ഭക്ഷണമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഷുഗർ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഞാൻ ഇനിയും പറയാം. എനിക്ക് ഇപ്പോൾ ബോധ്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ കാര്യത്തിൽ നിന്നും കീറ്റോയോ
എക്സസൈസോ എല്ലാത്തിനേക്കാളും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നാരുകൾ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ഇത്രയും നാളും വിചാരിച്ചു വാഴപ്പിണ്ടി കഴിച്ചാൽ നാരായിന്ന്. അതല്ല നാര്. നാരെന്ന് പറഞ്ഞാൽ സോളബിൾ ഫൈബർ ആണ്. അതുള്ള നമുക്ക് റെഡിമെയ്ഡ് ഫുഡ്സ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് 365. അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അത് ഉപയോഗിച്ചാൽ ഷുഗർ കുറയും. ഇപ്പം നമ്മൾ അത് വെച്ച് ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചാൽ അന്നേരം ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് മാത്രമല്ല, അതിനകത്ത് പെക്റ്റിനുണ്ട്, അതിനകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്. ആ ഫൈബർ നമ്മളുടെ ഷുഗർ നമ്മളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ജാക്ക് ഫ്രൂട്ട് 365 ആഡ് ചെയ്യുമ്പോഴത്തേക്കും മാവ് ഭയങ്കര കട്ടിയാവും. പിന്നെയും വെള്ളം ആഡ് ചെയ്ത് നമ്മൾ പണ്ട് ഒരു ദോശ ഉണ്ടാക്കുന്ന മാവ് നമുക്ക് 2 ദോശയ്ക്ക് വരും. അപ്പൊ ഈ 2 ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 ദോശ ജാക്ക് ഫ്രൂട്ട് 365 ഇട്ട 2 ദോശയാണ് തിന്നുന്നത്. അപ്പൊ പകുതി അതിനകത്തെ അരി ഉഴുന്ന ഭാഗം പകുതിയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ബാക്കി പകുതി ജാക്ക് ഫ്രൂട്ട് 365 ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ദോശയാണ് പണ്ട് കഴിച്ചിരുന്നെങ്കിൽ എത്രമാത്രം അരി നമ്മൾ കഴിച്ചിരുന്നോ, അരി ഉഴുന്നോ കഴിച്ചിരുന്നോ, അതിന്റെ പകുതി അരി ഉഴുന്നാണ് ഇപ്പൊ നമ്മൾ 2 ദോശയിൽ കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് 365 ആണ് നമ്മൾ അതിന് പകരം കഴിക്കുന്നത്. അപ്പൊ ആ ജാക്ക് ഫ്രൂട്ട് 365നകത്ത് ഈ സോളബിൾ ആൻഡ് ഇൻസോളബിൾ ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ അത് തൽക്കാലം നമ്മുടെ വയറ്റിൽ നിന്ന് ഫുഡിനെ അബ്സോർബ് ചെയ്യുന്നതും കുറയ്ക്കും, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും കുറയും. അതിന് പുറമെ നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്ക് ഫുഡും ഉണ്ടാകുന്നു. അത് ഗ്രാജുവൽ ആയിട്ടാണ് ആ ഡെവലപ്മെന്റ് നമ്മൾ അറിയുന്നത്. നമ്മൾ എന്നും കഴിച്ച ഒരു 4-5 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ പണ്ടത്തെ രീതിയിൽ നമ്മൾക്ക് ഷുഗർ കൂടുന്നില്ല എന്ന്. അപ്പൊ നമ്മുടെ കുടലിന്റെ ബാക്ടീരിയനെ അത് സഹായിക്കുന്നുവെന്ന്. ഇത് ഒരു മരുന്നായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന്റെ അഡ്വർടൈസ്മെന്റിൽ പറയാൻ ഒക്കത്തില്ല ഇത് ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യുന്ന ഒരു മരുന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഫീൽഡായി. അത് കാരണം ഇതുപോലുള്ള പല പ്രോഡക്ട്സിനെ കുറിച്ചും പല ബാക്ടീരിയനെ കുറിച്ചും അവര് പറയുന്നത് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടാണ്. അതായത് നമുക്ക് ഉള്ള ഒരു സപ്ലിമെന്റ്, ബി കോംപ്ലക്സ് കഴിക്കുന്ന പോലെ ഒരു സപ്ലിമെന്റ് പല ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ. അതിനെ ഒരിക്കലും ഒരു മരുന്നായിട്ടോ ഏതെങ്കിലും ഡിസീസിനെ ക്യൂർ ചെയ്യുമോ അല്ലെങ്കിൽ എന്നൊന്നും അവർ പറയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ചില സപ്ലിമെന്റ്സ് ഓഫ് പ്രോബയോട്ടിക്സ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേഗം വരും. ഇതൊരു മൈനർ ഓപ്പറേഷൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. പക്ഷെ 10 മിനിറ്റ് എടുത്താലും അടുത്തുള്ള ഒരു 20 ദിവസം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുകയും തല കുനിക്കാതിരിക്കുകയും അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. തല കുളിക്കാൻ തന്നെ ഒരാഴ്ച പറ്റുകയില്ല. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് കുറെ നാള് ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഉടനെ വരികയില്ലെന്ന് പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം.